മെഡിക്കൽ റെപ്പായി ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ കലയോടുള്ള അതിയായ ആഗ്രഹം കൊണ്ട് കലാഭവനിൽ ചേരുന്നു. പിന്നീട് മിമിക്രിയുമായി കയറിയിറങ്ങിയത് എത്രയോ സ്റ്റേജുകളിൽ. ഒപ്പം ഏതൊരു കലാകാരനെയും പോലെ സിനിമ എന്ന മോഹവും. 1987 സംവിധായകൻ പത്മരാജൻ തന്റെ സിനിമയുടെ പണിപ്പുരയിലായിരുന്നു. ഒരു പുതുമുഖത്തെ തേടി നടന്ന അദ്ദേഹം ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തുന്നു. അങ്ങനെ 1988 പത്മരാജന്റെ അപരനിലൂടെ ജയറാം എന്ന നടൻ സിനിമയിലേക്ക് എത്തുന്നു. ഏതൊരു സിനിമാ മോഹിയെയും കൊതിപ്പിക്കുന്ന ഒരു എൻട്രി ആയിരുന്നു അത്. കൈപിടിച്ചു കയറ്റിയ പത്മരാജൻ എന്ന സംവിധായകൻ ജയറാം എന്ന നടന്റെ ജീവിതത്തിൽ ഒരു മെന്റർ തന്നെ ആയിരുന്നു. 1998 തന്നെ മൂന്നാം പക്കം, 99 ഇന്നലെ എന്നിങ്ങനെ ജയറാം പത്മരാജൻ കൂട്ടുകെട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് 91 അദ്ദേഹം മരണപ്പെടുന്നത്. 98 തന്നെ ജഗതി ശ്രീകുമാറിന്റെ കഥയും രഞ്ജിത്തിന്റെ തിരക്കഥയുമായി വിജി തമ്പി സംവിധാനം ചെയ്ത വിറ്റ്നസ് എന്ന സിനിമ. പിന്നീടുള്ള വർഷങ്ങളിൽ കമലിന്റെ പ്രാദേശിക വാർത്തകൾ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, ശുഭയാത്ര, ഭരതൻ സംവിധാനം ചെയ്ത കേളി, മാളൂട്ടി തുടങ്ങി ഒരുപാട് നല്ല സിനിമകൾ ജയറാമിൽ നിന്നും മലയാള സിനിമയ്ക്ക് കിട്ടി. എന്നാൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചതും ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയതുമായ ജയറാം കഥാപാത്രങ്ങൾ സത്യനന്ദിക്കാട് എന്ന സംവിധായകനിൽ നിന്നുമായിരുന്നു. 1988 പൊന്മുട്ടയിടുന്ന താറാവിൽ തുടങ്ങി തലയണ മന്ത്രം, സന്ദേശം, തൂവൽ കൊട്ടാരം, ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, മനസ്സിനക്കരെ, ഭാഗ്യദേവത, കഥ തുടരുന്നു എന്നിങ്ങനെ നീണ്ടു നിൽക്കുന്നു ആ ലിസ്റ്റ്. സംവിധായകൻ രാജസേനനും ജയറാമിന്റെ കരിയറിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. കടിഞ്ഞൂൽ കല്യാണം, അയലത്തെ അദ്ദേഹം, മേലെപ്പറമ്പിൽ ആൺവീട്, CID ഉണ്ണികൃഷ്ണൻ BA B.Ed, അനിയൻ ഭാവ, ചേട്ടൻ ഭാവ, ആദ്യത്തെ കൺമണി, സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ, മധുചന്ദ്രലേഖ തുടങ്ങി നിരവധി സിനിമകളാണ് ജയറാം രാജസേനൻ കൂട്ടുകെട്ടിൽ പിറന്നത്. 1999 ശ്രീനിവാസനും മുകേഷിനുമൊപ്പം ഫ്രണ്ട്സിൽ അരവിന്ദനായി അഭിനയിച്ചു. ആ കാലഘട്ടത്തിൽ 11 കോടി നേടിയ സിനിമയായിരുന്നു ഫ്രണ്ട്സ്. 1996 പുറത്തിറങ്ങിയ തൂവൽ കൊട്ടാരം എന്ന സിനിമയ്ക്ക് കേരള സംസ്ഥാന സ്പെഷ്യൽ ജൂറി പുരസ്കാരവും 2000 പുറത്തിറങ്ങിയ സ്വയംവര പന്തൽ എന്ന സിനിമയുടെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും നേടിയെടുത്തു. അതേ വർഷം തന്നെ തെന്നാലി എന്ന തമിഴ് സിനിമയിലെ അഭിനയത്തിന് തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡും കരസ്ഥമാക്കി. 2011 ഇന്ത്യ ഗവൺമെന്റ് രാജ്യത്തെ 4ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ കൊടുത്ത് ആദരിച്ചു. മലയാള സിനിമയിലെ എക്കാലത്തെയും വിടർന്ന കണ്ണുകളുള്ള നായിക പാർവതി. അതെ, അശ്വതി കുറുപ്പ് എന്ന പാർവതിയാണ് ജയറാമിന്റെ ജീവിതത്തിൽ നായികയായത്. ജയറാം സിനിമയിൽ വരുന്നതിന് മുൻപ് തന്നെ പാർവതി മലയാള സിനിമയിൽ സ്വന്തമായി ഒരു കയ്യൊപ്പ് വെച്ചിരുന്നു. അന്ന് പാർവതിക്ക് ഒരുപാട് ആരാധകരുടെ കത്തുകൾ വരുമായിരുന്നു. ഒരിക്കൽ ജയറാമിന്റെ കത്തും പാർവതിയെ തേടിയെത്തി. അത് ഇങ്ങനെയായിരുന്നു: വിവാഹിതരെ ഇതിലെ ഇതിലെ എന്ന സിനിമ ഞാൻ കണ്ടു. നിങ്ങളുടെ അഭിനയം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ കൊച്ചിൻ കലാഭവനിലെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. പേര് ജയറാം. ഈ കത്തിനോടൊപ്പം വെക്കുന്ന മിമിക്രി കാസറ്റിന്റെ പുറത്ത് എന്റെ ഫോട്ടോയുണ്ട്. 2 വർഷങ്ങൾ കഴിഞ്ഞു പാർവതി ആ ആരാധകനെ നേരിട്ട് കണ്ടു, ഉദയ സ്റ്റുഡിയോസിൽ വെച്ച്. പത്മരാജന്റെ അപരൻ എന്ന സിനിമയിൽ തന്റെ സഹോദരനായി വേഷമിടുന്നത് ആ ആരാധകനായിരുന്നു. ജയറാം ആദ്യമായി അഭിനയിക്കാൻ വന്നതിന്റെ പരിഭ്രമം നിറഞ്ഞ മുഖവുമായി ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. പാർവതിയെ കണ്ടയുടൻ ഒരു സീനിയർ നടിയോട് കാണിക്കാവുന്ന എല്ലാ ബഹുമാനത്തോടു കൂടിയും ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. പിന്നീട് പ്രാദേശിക വാർത്തകൾ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, ശുഭയാത്ര, വിറ്റ്നസ് തുടങ്ങിയ സിനിമകളിലൂടെ ജയറാം പാർവതി ജോഡി പ്രേക്ഷക ശ്രദ്ധ നേടി. ഒപ്പം അവരുടെ പ്രണയവും വളർന്നു. 1992 ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് അവർ വിവാഹം കഴിച്ചു. കാളിദാസന്റെയും മാളവികയുടെയും അച്ഛനും അമ്മയുമായി. ഗുരു പല്ലശന നന്ദകുമാറിന്റെ ശിഷ്യനായ അദ്ദേഹം നിരവധി ക്ഷേത്രോത്സവങ്ങളിൽ ചെണ്ട അവതരിപ്പിച്ചിട്ടുണ്ട്. തന്റെ കുട്ടിക്കാലത്ത് കണ്ട രവീന്ദ്രൻ എന്ന താപ്പാനയെ കണ്ട് കൗതുകം തോന്നിയ ജയറാം തികഞ്ഞ ഒരു ആനസ്നേഹിയുമാണ്. സ്വന്തമായി ആനയും ജയറാമിനുണ്ടായിരുന്നു. ആന കൂടി കഥാപാത്രമായിരുന്ന പട്ടാഭിഷേകം, ആനച്ചന്തം എന്നീ സിനിമകളിലും നായകൻ ജയറാം തന്നെയായിരുന്നു. ആൾക്കൂട്ടത്തിൽ ഒരു ആനപ്പൊക്കം എന്ന പേരിൽ ആനകളുടെ കൂടെയുള്ള അനുഭവങ്ങളും കേട്ടറിഞ്ഞ കഥകളും ചിത്രങ്ങളും ചേർത്ത് ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. സാധാരണക്കാരൻ, എല്ലാവർക്കും പരിചയമുള്ള അയൽവീട്ടിലെ പയ്യൻ കഥാപാത്രങ്ങളായിരുന്നു ജയറാമിനെ കുടുംബ പ്രേക്ഷകരുടെ നായകനാക്കി മാറ്റിയത്. ഹാപ്പി ഹസ്ബൻഡ്സ്, കഥ തുടരുന്നു, മേക്കപ്പ് മാൻ, സീനിയേഴ്സ്,
ചൈന ടൗൺ, സ്വപ്ന സഞ്ചാരി, തുപ്പാക്കിയിലെ മിലിറ്ററി ഓഫീസർ തുടങ്ങി കോമഡി കലർന്ന റോളുകളും ഒരു കാലത്ത് ജയറാം ചെയ്തിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ഷീലാമ്മ മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ മനസ്സിനക്കരെ എന്ന ചിത്രത്തിലും നായകൻ ജയറാമായിരുന്നു. ആ സിനിമാ സെറ്റിൽ നടന്ന വളരെ സന്തോഷകരമായ ഒരു അനുഭവം ജയറാം പങ്കുവച്ചിരുന്നു. മൂന്നാറിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. ഷീലാമ്മയെ പുറകിലിരുത്തി സൈക്കിളിൽ പോകുന്ന രംഗം ചിത്രീകരിക്കുന്നു. ജയറാമിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ഷീലാമ്മ ഇരിക്കുന്നു. ഷോട്ട് കഴിഞ്ഞ ഉടൻ ഷീലാമ്മ ചെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാടിനോട് ജയറാമിനെ ചൂണ്ടിക്കാണിച്ച് എന്തോ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് എന്താണ് കാര്യമെന്ന് തിരക്കിയ ജയറാമിനോട് സത്യൻ അന്തിക്കാട് ഇനി ജീവിതത്തിൽ ഇതിലും വലിയ ഒരു കോംപ്ലിമെന്റ് കിട്ടാനില്ല എന്ന് പറഞ്ഞു. ഷീലാമ്മ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ജയറാമിന്റെ തോളത്ത് ഞാൻ കൈവച്ചപ്പോൾ ഏകദേശം 100 സിനിമകൾക്ക് മുകളിൽ ഞാൻ തോളത്ത് കൈവച്ച ഒരാളിനെ പിടിക്കുന്ന പോലെ എനിക്ക് തോന്നി. അനുകരണ കലയിൽ പുലിയായ ജയറാം ഏറ്റവും കൂടുതൽ അനുകരിക്കുന്ന നടൻ സാക്ഷാൽ പ്രേം നസീറാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിന്റെ സീനിയറായ ഷീലാമ്മയുടെ ആ വാക്കുകൾ ജയറാമിന് വിലമതിക്കാനാവാത്ത ഒന്നായിരുന്നു. ഇന്ന് ജയറാം കുടുംബ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥിരമായ ശൈലിയിൽ നിന്നും മാറി അഭിനയിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പൊന്നിയൻ സെൽവനിലെ നമ്പിയും എബ്രഹാം ഓസ്ലറിലെ ഓസ്ലറുമെല്ലാം ആ മാറിയ ജയറാമിനെ പ്രേക്ഷകർക്ക് കാണിച്ചു തന്നു. ഇനിയും വ്യത്യസ്തമായ ഒരുപാട് കഥാപാത്രങ്ങൾ ജയറാം എന്ന നടനിൽ നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ജയറാം കഥാപാത്രങ്ങൾ ഒന്ന് ഫ്രണ്ട്സിലെ അരവിന്ദനും 2 വെറുതെ ഒരു ഭാര്യയിലെ സുഗുണനുമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യുക.